നമ്മുടെ റെഡ് ഹെയർ ഷാങ്സും സാസ്കെ ഉച്ചയും തമ്മിലൊരു ഫൈറ്റ് നടക്കുകയാണെങ്കിൽ ആരായിരിക്കും വിജയിക്കുക? എന്നാൽ വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 25 സബ്സ്ക്രൈബേഴ്സും കണ്ടും വേണ്ടും നമുക്ക് 8K അടിക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഷാങ്സിനെ കുറിച്ച് നോക്കാം. ഷാങ്സിൻ്റെ പവേഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മുടെ കോങ്കർ ഹാക്കി ഉണ്ട്, ആർമമെൻറ്റ് ഹാക്കി, അതുപോലെ തന്നെ ഒബ്സർവേഷൻ ഹാക്കി. ഇതെല്ലാം പീക്ക് ലെവലിലാണ് നമ്മുടെ ഷാങ്സിനുള്ളത്. അത് മാത്രമല്ല നമ്മുടെ ഷാങ്സിൻ്റെ മെയിൻ പവർ എന്ന് വെച്ചാൽ ഫ്യൂച്ചർ സൈറ്റാണ്. ഷാങ്സിന് 10 സെക്കൻഡ് എങ്ങാനും ഫ്യൂച്ചറിൽ എന്താ നടക്കാൻ പോകുന്നത് തൻ്റെ ഹാക്കി വെച്ച് കാണാൻ കഴിയും. സോ ഈ ഒരു പവർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സാസ്കെ ഉച്ചിയ നമ്മുടെ ഷാങ്സുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ സാസ്കയുടെ ഓരോ അറ്റാക്സും നമ്മുടെ ഷാങ്സിന് അതിന് മുമ്പേ തന്നെ മനസ്സിലാവുന്നതായിരിക്കും. പിന്നെ നമ്മുടെ സാസ്കെ ഉച്ചിയ നമുക്കറിയാം, സാസ്കെ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ഷിനോബിയാണ്. അതുപോലെ തന്നെ സാസ്കയുടെ എബിലിറ്റീസ് എന്ന് വെച്ചാൽ എണ്ണിയാൻ തീരത്തത്രയുണ്ട്. ഒന്ന് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗെൻജുട്സു, ആമത്രാസു, അതുപോലെ തന്നെ ഫയർ ബോൾ ജുട്സു, അങ്ങനെ ഒരുപാട് ജുട്സൂസ് നമ്മുടെ സാസ്കയുടെ കയ്യിലുണ്ട്. പോരാത്തതിന് സൂസണോ, പിന്നെ റെനിഗാനും ഷാരിങ്കാനും. നമുക്കറിയാം ഷാരിങ്കാൻ വെച്ച് എനിമീസിൻ്റെ മൂവ്മെൻറ്റ്സ് പ്രിഡിക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്യൂച്ചർ കാണാൻ പറ്റുന്നവരെയാണ് പറയാറുള്ളത്. ഇനിയിപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഷാങ്സ് എന്തായാലും ടഫായിട്ടുള്ളൊരു ഫൈറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ നമുക്ക് സംശയമൊന്നും വേണ്ട. പക്ഷേങ്കിൽ ഫൈനലി നമ്മുടെ സാസ്കെ വിജയിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഇതിനുള്ള കാരണം നമ്മുടെ സാസ്കെ ലിറ്ററൽ ഗോഡ്സിൻ്റെ കൂടി വരെയാണ് ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. അതേസമയത്ത് നമ്മുടെ ഷാങ്സിനെ നോക്കുകയാണെങ്കിൽ ഒരു ഗോഡ് ലെവൽ പവറുള്ള ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ നമ്മുടെ നറൂട്ടോയിലുള്ള അത്ര പവേഴ്സുള്ള ക്യാരക്ടറൊന്നും നമ്മുടെ വൺ പീസിലില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷാങ്സിനേക്കാളും നല്ല രീതിക്ക് എക്സ്പീരിയൻസ് നമ്മുടെ സാസ്കയ്ക്ക് ഉണ്ടാവും. പിന്നെ ഇവിടെ പലരും ഫ്യൂച്ചർ സൈറ്റിനെ കുറിച്ച് പറയാൻ ചാൻസ് ഉണ്ട്. ഫ്യൂച്ചർ സൈറ്റ് കൊണ്ട് മാത്രം ഒരാളെ തോൽപ്പിക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഫ്യൂച്ചർ എന്താണ് നടക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം കണ്ടാലും നമുക്കതിന് പറ്റിയ ടൈമിങ്ങിൽ റിയാക്ട് ചെയ്യാൻ പറ്റണം. നമ്മുടെ സാസ്കെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ഷിനോബിയാണെന്നുള്ള കാര്യത്തിൽ ഞാൻ പറയൊന്നും വേണ്ട. നമ്മുടെ നറൂട്ടോൻ്റെ KCM മൂടിഞ്ഞ വരെ നമ്മുടെ സാസ്കയ്ക്ക് മാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാസ്കയ്ക്ക് ഈസി ആയിട്ട് നമ്മുടെ ഷാങ്സിൻ്റെ ഫ്യൂച്ചർ സൈറ്റിനെ കൗണ്ടർ ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ ഒരു ഗെൻജുട്സ് യൂസ് ചെയ്താലും മതി. സോ ഇതായിരിക്കും ഫൈനൽ ഔട്ട്കം. ഇത് ഞാൻ ഹേറ്റ് സ്പ്രെഡ് ചെയ്യേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഷാങ്സിന് ഇഷ്ടമില്ലാത്തതുകൊണ്ടോ അങ്ങനെയൊന്നും പറഞ്ഞതല്ല. വൺ പീസിലെ എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടർ തന്നെയാണ് ഷാങ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ 8K അടിയാൻ സഹായിക്കാൻ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ.